കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയുടെ വിവാഹത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത സംഭവത്തിൽ പ്രതികരിക്കാതെ CPIM നേതാക്കൾ ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിവാഹം നടത്തിയതെന്ന നിലപാടിലാണ് CPI. അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹം നടത്തിയെന്ന് കാണിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ മാസം 11-നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് അന്നുതന്നെ വിവാദമുയർന്നിരുന്നു. എന്നാൽ വിവാഹത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതോടെ കേരള സ്റ്റോറി എന്ന് അവകാശപ്പെട്ട CPIM പ്രതിരോധത്തിലായി. ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചാണ് വിവാഹം നടത്തിയത് എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇന്നത്തെ ലക്ഷ്യമറ്റ വിവരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. അടിസ്ഥാനം ആധാർ കാർഡായിരുന്നു. അതെനിക്കറിയില്ല. ഇപ്പോൾ വേറെ വിവരമുണ്ടെങ്കിൽ അപ്പോൾ നോക്കട്ടെ. വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാരാണ് കേസെടുത്തിട്ടുള്ളത്. മധ്യപ്രദേശ് സർക്കാർ ഈ വിവാദത്തിന് എതിരായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. അതോ ഇതിൻ്റെ ഒറിജിനൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടൊരു അന്വേഷണം നടത്താതെ നമ്മൾ ചാടിക്കയറി അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്ത് കിട്ടിയാലും മതേതരത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനുള്ള തിരിച്ചടിയാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. CPM-നെ പോലെയുള്ള മൂഢ രാഷ്ട്രീയം നടത്തുന്ന പാർട്ടികളുണ്ടല്ലോ, എന്ത് കിട്ടിയാലും അങ്ങ് വിഴുങ്ങി ഇവിടെ മതേതരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയം, അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇത്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ മേൽത്തോട്ടത്തിലാണ് നിലവിൽ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടിയും വിവാഹം കഴിച്ച യുവാവും എവിടെയെന്ന് കണ്ടെത്താൻ ഇതുവരെയായിട്ടില്ല. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിവാഹം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കേരളത്തിലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.